സ്കൂൾ കോളേജ് എല്ലാവിധ യൂണിഫോമുകളും ഗുണനിലവാരത്തോടെ ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം ലക്ഷ്മി സിൽക്സ്, താളം തിയേറ്ററിന് സമീപം ഓട്ടുപാറ. ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യത്തിൽ പൊറുതിമുട്ടി ജനങ്ങൾ. ഇരട്ടക്കുളങ്ങര ഡിവിഷൻ, പടിഞ്ഞാറ്റുമുറി, ഞാറക്കുളങ്ങര എന്നീ മേഖലയിലാണ് ഒച്ചിൻ്റെ ശല്യം രൂക്ഷമായിരിക്കുന്നത്. വൈകുന്നേരമായാൽ റോഡുകളിലും മതിലുകളിലും വീടിൻ്റെ ഭിത്തികളിലും കൂട്ടം കൂട്ടമായിട്ടാണ് ഒച്ചുകൾ എത്തുന്നത്. ഞങ്ങൾ ഈ പടിഞ്ഞാറ്റുമുറി ഭാഗത്താണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. പടിഞ്ഞാറ്റുമുറി റോഡും അതുപോലെ തന്നെ ഞാറക്കുളം റോഡ്, അതുപോലെ പടിഞ്ഞാറ്റുമുറിയുടെ പല പരിസര പ്രദേശങ്ങളിലും ആഫ്രിക്കൻ ഒച്ചുകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒന്നോ രണ്ടോ ഒന്നല്ല, വളരെ കൂടുതലായിട്ട്, അതായത് കൂട്ടം കൂട്ടമായിട്ടാണ് വരുന്നത്. ഓരോന്നിൻ്റെ വലിപ്പം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഞെട്ടും. ഒരു ശംഖിൻ്റെ വലിപ്പം ഏകദേശം പറയാവുന്ന രീതിയിലുള്ള വലിപ്പമുള്ള ജീവികളാണ് ചില ഒച്ചുകളായിട്ട് കാണുന്നത്. രാവിലെയും വൈകുന്നേരം ഒച്ചുകളെ നശിപ്പിക്കുക എന്നുള്ള ജോലിയാണ് പ്രധാനപ്പെട്ട ജോലി. അത് രാവിലെ കുറേ ഉപ്പ് ലായനിയോ അല്ലെങ്കിൽ ഉപ്പോ പൊടിയുപ്പോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോയി കാണുന്നിടത്തിട്ട് ഒരു 10-50 എണ്ണം തന്നെ രാവിലെ അത് കാണാറുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലും ഉണ്ട്. റോഡ് മുഴുവൻ ഇത് തന്നെയാണ്, നടക്കാൻ പറ്റില്ല. അത് പലപ്പോഴും വാഹനങ്ങൾ കയറിയിട്ട് ചതഞ്ഞറിഞ്ഞ് അതിലുള്ള ആ വിഷാംശമൊക്കെ വെള്ളത്തിൽ ലയിക്കുകയും അതുപോലെ ആ ചളിവെള്ളം ചവിട്ടി നടക്കുന്നതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെ പലർക്കും വരുന്നുണ്ട്. ഇവിടെ ഒരു 200-ൽ പരം, 200-ല്ല, മൊത്തം ഈ ഒരു 400 കുടുംബങ്ങളുണ്ടായിരിക്കും. 400 കുടുംബങ്ങൾ. ഈ കുടുംബങ്ങളെയൊക്കെ ഏറെക്കുറെ ബാധിക്കുന്ന ഒരു വലിയ വിപത്തായിട്ടാണ് ഇപ്പോൾ ഇത് മാറിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതൊരു പരിഹാരമാർഗം ഇതിന് കണ്ടുപിടിച്ചാൽ മാത്രമേ ഇവിടുത്തെ ഈ പ്രശ്നം പരിഹരിച്ച് ഞങ്ങൾക്ക് സുരക്ഷിതരാകാനായിട്ട് സാധിക്കുള്ളൂ. വളരെ വലിയൊരു ആരോഗ്യ പ്രശ്നമായിട്ടാണ് ഇപ്പോൾ ഇത് കാണുന്നത്. അത് പരിഹരിക്കാനുള്ള നടപടി വേണ്ടപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ടുണ്ടാകണമെന്നുള്ളൊരു അഭ്യർത്ഥനയാണുള്ളത്. ശംഖിന്റെ വലിപ്പത്തിലും ചെറുതും വലുതുമായി നൂറുകണക്കിന് ഒച്ചുകളാണ് ഓരോ വീടുകളിലും അരിച്ചെത്തുന്നത്. രാവിലെയും വൈകുന്നേരവും ഇവയെ ഉപ്പുലായനി തളിച്ച് നശിപ്പിക്കുക എന്നതാണ് ഓരോ വീട്ടുകാരുടെയും ഇപ്പോഴത്തെ പ്രധാന ജോലി. റോഡുകളിൽ വാഹനം കയറിയും മറ്റും ചത്തുകിടക്കുന്ന ഒച്ചുകളുടെ വെള്ളവും മഴവെള്ളവും ചേർന്ന് പരിസരവാസികൾ ഈ വെള്ളത്തിൽ ചവിട്ടി നടക്കുന്നതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതായും പറയുന്നു. ഒച്ചുകളെ കൊണ്ട് ഈ ഭാഗത്ത് ഭയങ്കര ശല്യമാണ്. ഞാനൊരു വർക്കിംഗ് വുമണാണ്. ജോലിക്ക് പോണതിന് മുന്നേ അടുക്കള പണിയൊക്കെ കൂടുതൽ ഇപ്പോൾ ചെയ്യണത് ഒച്ചിന് ഉപ്പിടുകയാണ്. ഉപ്പിട്ട് അത് ചാവുന്നുണ്ട്. വേറൊരു വഴിയും കാണാനില്ല. വളപ്പുകളൊക്കെ വൃത്തിയാക്കാൻ പറഞ്ഞിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരാഴ്ച മുന്നേ ന്യൂസ് പേപ്പറിൽ കണ്ടിരുന്ന ഒരു കൃഷി ഓഫീസർ പറഞ്ഞു ബ്ലീച്ചിങ് പൗഡറും കുമ്മായും ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ വെതറി കൊടുക്കാം വളപ്പുകളിൽ. അതും ചെയ്തു. പക്ഷെ നമ്മൾ ഒരു വീട്ടുകാർ മാത്രമേ, 1-2 വീട്ടുകാർ സഹകരിച്ചിട്ട് കാര്യമില്ല, മൊത്തം വേണം. അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു സഹകരണം തന്നെ ഞങ്ങൾക്ക് ആവശ്യമാണ്. കാരണം റോഡ് സൈഡിൽ ഒഴിഞ്ഞു കിടക്കണ പറമ്പുകളിലൊക്കെ നിറച്ച് ഇതിനെ കാണുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഗവൺമെൻറ് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഉള്ള വഴി ചെയ്യണം. ഞങ്ങൾ അറിയിപ്പിച്ചിട്ടുണ്ട് എല്ലാവരെയും. പക്ഷെ അവർ ഇതിനൊരു പോം വഴിയില്ല എന്നാണ് ഞങ്ങളോട് പറയണത്. അപ്പോൾ അത് എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾക്കിത് ശല്യം തീരാൻ, ഞാൻ നല്ല പച്ചക്കറി നട്ട് വളർത്തിയതായിരുന്നു, അതൊക്കെ ഞാൻ കളഞ്ഞു. കാരണം ഈ ഒച്ചിൻ്റെ ഒരു ശല്യം കാരണം അതും അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തായാലും അത് പിന്നെ ഉപയോഗിക്കാൻ നമുക്ക് തോന്നണില്ല. അതുമല്ല, ഒച്ചു കൂടുതലാവണു പച്ചക്കറിയുമൊക്കെ ആയപ്പോൾ. അപ്പോൾ എല്ലാം കളഞ്ഞ് വളപ്പ് ഇപ്പോൾ പ്ലെയിനായി കിടക്കുകയാണ്. എൻ്റെ വളപ്പ് ഒരു ഇതും ഇല്ലാതെ, ചെടികളോ ഒന്നും ഇല്ലാതെ അങ്ങനെ ആക്കി മാറ്റി. കാരണം ഈ ഒച്ചിൻ്റെ ശല്യം കാരണം. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നല്ലൊരു ഇതിന് വേണ്ടിയിട്ട് ചെയ്യണം. അതാണ് അഭിപ്രായം. ഏകദേശം 200-ൽ പരം കുടുംബങ്ങളാണ് ഒച്ചിൻ്റെ ശല്യത്താൽ വിഷമിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടുപിടിച്ചാൽ മാത്രമേ സ്ഥലവാസികൾക്ക് ഭീതിയൊഴിഞ്ഞ് സുരക്ഷിതമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂവെന്നാണ് നാട്ടുകാരുടെ ഭാഷ്യം. കുട്ടികളെ വീടിന് പുറത്തിറക്കാൻ പോലും ഭയമാണെന്ന് വീട്ടുകാർ പറയുന്നു. വടക്കാഞ്ചേരി നഗരസഭയിൽ നിന്നും ഇതിനകം തന്നെ 2 തവണ മരുന്ന് തളിച്ചെങ്കിലും ഇവ പെറ്റുപെരുകി വ്യാപിക്കുന്നത് തടയാൻ മരുന്ന് പ്രയോഗത്തിലൂടെ മാത്രം കഴിയില്ലെന്നും മറ്റെന്തെങ്കിലും പോംവഴി കണ്ടെത്തണമെന്നുമാണ് രൂക്ഷമായ ഒച്ചുശല്യം അനുഭവിച്ചു വരുന്ന ജനങ്ങളുടെ പ്രധാന ആവശ്യം.